The Ukrainian armed forces are planning to detonate a dirty nuclear bomb, and the potential targets are storage sites at power plants. ഡേർട്ടി ബോംബ്സ് ഉക്രൈൻ ഉപയോഗിക്കാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് ഈ ഡേർട്ടി ബോംബ്സ് ഉപയോഗിച്ച് ഒന്നുകിൽ സാബ്രൂസീഷ്യ പവർ പ്ലാന്റ് അല്ലെങ്കിൽ കേഴ്സ് ഭാഗത്തുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റിന് നേരെ ഉക്രൈൻ ഒരു ആക്രമണം നടത്തുമെന്ന് റഷ്യയുടെ സ്റ്റേറ്റ് റൺ മീഡിയാസ് അല്ലെങ്കിൽ റഷ്യയ്ക്കുള്ളിലെ പല മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി ഒരു വാർത്ത വളരെ വേഗത്തിൽ പടരാൻ തുടങ്ങി. ഇപ്പോൾ റഷ്യയുടെ മാധ്യമങ്ങളിൽ പടർന്ന ഈ ഒരു വാർത്ത റഷ്യൻ മാധ്യമങ്ങൾ എന്നതിലുപരി പല പാശ്ചാത്യ മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇതിനെയും ഉക്രൈന്റെ കേഴ്സ് ആക്രമണത്തെയും അടിസ്ഥാനമാക്കി നിരവധി അഭിപ്രായങ്ങൾ ഇപ്പൊ പുറത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ഈ കേഴ്സ് മേഖലയിലെ ബാറ്റിൽ എന്നത് വളരെ തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ നിർമ്മിതമായ ഹൈമസ് കൂടുതൽ ATACMS കേഴ്സ് മേഖലയിൽ ഉപയോഗിച്ചു വരുന്നതായും ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോ ഫൂട്ടേജോടുകൂടി പുറത്തു വന്നു. ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. റഷ്യയുടെ കേഴ്സ് മേഖലയിൽ സേം നദി ഒഴുകുന്നുണ്ട്. ഇതിനിടയിൽ ഒരുപാട് പാലങ്ങളുണ്ട്. ചെറുതും വലുതുമായ പല പാലങ്ങളുണ്ട്. മൊത്തം ഈ മേഖലയെ ചുറ്റി 13 പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട്. ഇപ്പോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാലം, റഷ്യയുടെ കേഴ്സ്കിനെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തെ ഉക്രൈൻ തകർക്കുന്നു. തകർത്തതിന് ശേഷം ആ ദൃശ്യങ്ങൾ വൈറലാകാൻ തുടങ്ങി. ഈ പാലം എന്നത് റഷ്യൻ പ്രതിരോധ നിരയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യക്കെതിരെ അമേരിക്ക നൽകിയ ഹൈമാസ് ആയുധ സംവിധാനം ഉപയോഗിച്ചാണ് ഈ പാലം തകർത്തത് എന്ന്, അതായത് റഷ്യയുടെ പ്രദേശത്ത് അമേരിക്കൻ നിർമ്മിത ആയുധം പൊട്ടിത്തെറിച്ചു എന്ന കാര്യമാണ് റഷ്യ ആദ്യം സ്ഥിരീകരിച്ചത്. അതിനാൽ പാലം തകർക്കാൻ ഹൈമാസ് ആയുധ സംവിധാനം ഉപയോഗിച്ചപ്പോൾ റഷ്യയുടെ റെഡ് ലൈൻ അത് പൂർണ്ണമായും ക്രോസ് ചെയ്തതിന് തുല്യമാണ്. റഷ്യയുടെ സ്ഥാനങ്ങൾ ആക്രമിക്കാൻ അമേരിക്കയുടെയോ അല്ലെങ്കിൽ പാശ്ചാത്യ നിർമ്മിത ആയുധം ഉപയോഗിക്കുകയാണെങ്കിൽ അത് റഷ്യക്കെതിരായ അമേരിക്കയുടെ ആക്രമണം അല്ലെങ്കിൽ ആരാണോ നൽകുന്നത് അവർക്കെതിരായ ഒരു ആക്രമണമായി ഞങ്ങൾ കണക്കാക്കും. അവർ ഞങ്ങളിൽ ഒരു ഡയറക്റ്റ് ആക്രമണം നടത്തിയതായി ഞങ്ങൾ കണക്കാക്കും. അത് റഷ്യയുടെ റെഡ് ലൈൻ പൂർണ്ണമായും ക്രോസ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് റഷ്യ വളരെ കാലമായി അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോ റഷ്യയുടെ പ്രദേശത്ത് ആദ്യമായി അമേരിക്കൻ നിർമ്മിത ആയുധം പൊട്ടിത്തെറിച്ചു. തീർച്ചയായും ഇതിന് റഷ്യയുടെ പ്രതികരണം രൂക്ഷമായിരിക്കും. അത് എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോ ഈ പാലം തകർന്നതിന് ശേഷം ഇത് റഷ്യ എത്രത്തോളം ബാധിക്കും എന്ന് ചോദിച്ചാൽ, ഈ കേഴ്സ് ഭാഗങ്ങളിൽ ഉക്രൈൻ സൈനികരുള്ള പൊസിഷൻസ് എല്ലാം റഷ്യ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഡിഫൻസീവ് ലൈൻസിൽ അല്ലെങ്കിൽ ഡിഫൻസീവ് മെക്കാനിസത്തിൽ റഷ്യ ഏർപ്പെടുമ്പോൾ അവർക്ക് ആവശ്യമായ സപ്ലൈസും സാധന സാമഗ്രികൾ, ലോജിസ്റ്റിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ റഷ്യൻ സൈനികർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ പാലങ്ങൾ വഴിയായിരുന്നു. ഇപ്പോ അകത്തേക്ക് വരുന്ന ഉക്രൈൻ സൈനികരെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ഉക്രൈൻ സൈന്യത്തെ ഒരിടത്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ പാലങ്ങളിലൂടെ വരുന്ന സാധനങ്ങൾ റഷ്യൻ സൈന്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അത് അവർക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ബ്രിഡ്ജ് ലൈൻസ് തകരുമ്പോൾ അത് റഷ്യയെ കൊണ്ട് വീണ്ടും ശരിപ്പെടുത്തി എടുക്കാൻ അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ലോജിസ്റ്റിക്സ് സപ്പോർട്ട് ശരിയാക്കാനും തീർച്ചയായും ചില ദിവസങ്ങൾ റഷ്യയ്ക്ക് എടുക്കുമെന്ന് ഉക്രൈന്റെ മീഡിയാസ് തന്നെ ഒരു ക്ലെയിം വെച്ചു. അപ്പൊ ഉക്രൈനെ സംബന്ധിച്ച് ഒരു വലിയ ആക്രമണമായാണ് ഇത് ചെയ്തത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. റഷ്യയിലേക്ക് വരുന്ന സപ്ലൈസിനെ എങ്ങനെയെങ്കിലും തടയണം എന്നതിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഇതിനെ റഷ്യയെ കൊണ്ട് എങ്ങനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ റഷ്യൻ സേനയ്ക്ക് എങ്ങനെ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും? അവർക്ക് വീണ്ടും അവിടെ ഒരു എമർജൻസി പാലം നിർമ്മിച്ച് ഈ സപ്ലൈസ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരു ബോട്ട് പോലെ പാലം നിർമ്മിക്കാൻ സാധിക്കും. അടിയന്തര സാഹചര്യത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പാലം പോലുള്ള ഒന്ന് നിർമ്മിക്കും. ചെറിയ ചെറിയ ബോട്ടുകളെല്ലാം ഒന്നാക്കി ചേർത്ത് ഒരു പാലം പോലെ നിർമ്മിക്കും. 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കേഴ്സ് മേഖലയിൽ ഇങ്ങനെ ഒരു ബോട്ട് പോലെ പാലം നിർമ്മിക്കാൻ സാധിക്കും എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കേഴ്സ് മേഖലയിൽ റഷ്യയുടെ ബാറ്റിൽ വർദ്ധിച്ചു വരുന്ന അതേ സമയത്ത് ജർമ്മനിയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഞങ്ങൾ 2025 മുതൽ ഉക്രൈന് അധിക സൈനിക സഹായമോ സാമ്പത്തിക സഹായമോ നൽകാൻ പോകുന്നില്ല. കാരണം ജർമ്മനി ഇതിനകം 4.4 ബില്യൺ പണം ഉക്രൈന് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഉക്രൈനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഉക്രൈനെ പല രീതിയിൽ സഹായിക്കാനായി.
പക്ഷേ ചില കാരണങ്ങളാൽ 2025 മുതൽ ഇങ്ങനെയുള്ള സഹായങ്ങൾ ഞങ്ങൾ നൽകില്ല എന്ന് ജർമ്മനിയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടൗൺ ഓഫ് സുധോനെ സംബന്ധിച്ച് ആ പ്രദേശത്തെ ഉക്രൈൻകാർ റഷ്യക്കെതിരെ വളരെ തീവ്രമായി തന്നെ പോരാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് സുമി മേഖലയിൽ നിന്ന് കൂടുതൽ പീരങ്കിപ്പടയുടെ പിന്തുണയും ആർട്ടിലറി പിന്തുണയും ലഭിക്കുന്നുണ്ട്. അതിനാൽ റഷ്യ ചെയ്യാൻ പോകുന്ന അടുത്ത തന്ത്രപരമായ ഒരു ആക്രമണം സുമി മേഖലയെ അടിസ്ഥാനമാക്കിയായിരിക്കും. കാരണം സുമി മേഖല ആക്രമിച്ചാൽ ഉക്രൈന് അവിടെ നിന്നും ഫയർ സപ്പോർട്ടോ അല്ലെങ്കിൽ പീരങ്കികളുടെ പിന്തുണയോ ലഭിക്കില്ല. അതിനാൽ റഷ്യ വളരെ വേഗത്തിൽ ആ പ്രദേശം കൈവശപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ കേഴ്സ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, അല്ലെങ്കിൽ അതിനെ തുടർന്ന് നടക്കുന്ന പ്രശ്നം. ഇനി ഈ ഡേർട്ടി ബോംബിനെ കുറിച്ച് നമുക്കറിയാം. ഡേർട്ടി ബോംബ് സാബ്രൂസീഷ്യ ആണവ നിലയത്തിലോ അല്ലെങ്കിൽ കൂർസ്ക് ആണവ നിലയത്തിലോ എത്രയും പെട്ടെന്ന് ഉക്രൈൻ ഉപയോഗിക്കുമെന്ന് റഷ്യൻ മാധ്യമങ്ങളിലും ചില പാശ്ചാത്യ മാധ്യമങ്ങളിലും വാർത്ത പുറത്തു വന്നു എന്ന് പറഞ്ഞു. ഈ ഡേർട്ടി ബോംബിനെ സംബന്ധിച്ചിടത്തോളം സെലൻസ്കിക്ക് അത്തരം ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ റഷ്യക്ക് എതിരായ ഒരു തെറ്റായ ഫ്ലാഗ് ഓപ്പറേഷനായി നടത്തും. അതായത് അവർ തന്നെ പൊട്ടിത്തെറിപ്പിക്കുകയും അത് റഷ്യ പൊട്ടിത്തെറിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ ഒരു യുദ്ധത്തെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളെയും ഈ യുദ്ധത്തിലേക്ക് ആകർഷിക്കാനും തീർച്ചയായും ഇതൊരു ടൂളായി മാറും. അത് റഷ്യ ചെയ്യുകയാണെങ്കിലും ഉക്രൈൻ ചെയ്യുകയാണെങ്കിലും. ഇനി റഷ്യ ഇത് ചെയ്യാൻ അധികം സാധ്യതയില്ല. അതിനുള്ള കാരണം ഞാൻ അവസാനം പറയാം. ഇപ്പൊ വന്ന ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം ഈ ഡേർട്ടി ബോംബ് അവർ ഉപയോഗിച്ചാൽ ഉക്രൈന് വലിയ പ്രത്യാഘാതങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. നിങ്ങളിൽ പലരും ചോദിക്കാം, ഡേർട്ടി ബോംബുകൾ കാരണം ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? എന്താണ് ഈ ഡേർട്ടി ബോംബ്? അല്ലെങ്കിൽ ഡേർട്ടി ബോംബ് ഇത്രയധികം പ്രത്യാഘാതങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന്? ഈ ഡേർട്ടി ബോംബ് തയ്യാറാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു ആറ്റം ബോംബ് തയ്യാറാക്കുന്നത് പോലുള്ള വലിയ കാര്യമൊന്നുമല്ല. സാധാരണ നമ്മുടെ ആശുപത്രികളിൽ ചില സ്കാൻ സെന്ററുകളിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ച് ഈ ഡേർട്ടി ബോംബ് തയ്യാറാക്കാൻ സാധിക്കും. ഇത് വളരെ ലളിതമായ ഒരു പ്രവർത്തനമാണ്. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ TNT അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺവെൻഷണൽ സ്ഫോടക വസ്തു ഉപയോഗിച്ച് ഒരു കംപ്രസ്ഡ് സ്ട്രക്ചറിൽ പൊട്ടിത്തെറിപ്പിച്ചാൽ ഈ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ വായുവിൽ ചെറിയ കണങ്ങളായി ഒരു നിശ്ചിത അകലത്തിൽ സ്ഫോടനം കാരണം ഒരു നിശ്ചിത പരിധിയിൽ അങ്ങനെ ചിതറിക്കപ്പെടും. ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ആ മൂലകങ്ങളുള്ള സ്ഥലമെല്ലാം റേഡിയോ ആക്റ്റീവ് കാരണം മലിനമായ സ്ഥലങ്ങളായി മാറും. വലിയ പ്രത്യാഘാതങ്ങൾ ഇല്ലെങ്കിൽ പോലും അതൊരു റേഡിയോ ആക്റ്റീവ് സോണായി മാറും. ഈ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾക്കെതിരെ ശരിയായ സംരക്ഷണമില്ലാതെ സാധാരണക്കാർക്ക് പ്രവേശിക്കാൻ ആ സ്ഥലത്ത് കഴിയില്ല. അതിനാൽ ഒരു നിശ്ചിത കാലയളവിൽ ആർക്കും ആ സ്ഥലത്ത് പ്രവേശിക്കാനുമാകില്ല. ഇപ്പോ ഈ സാബ്രോസീഷ്യ ആണവ നിലയം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിനാൽ അത്തരം സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഉക്രൈൻ ഇത് പൊട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷെ ഇവിടെ ഉക്രൈന്റെ സുരക്ഷിതമായ ഒരു ഗെയിം എന്താണെന്ന് അറിയാമോ? ഉക്രൈൻ ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇത് നേരിട്ട് ചെയ്യില്ല. പകരം ഉക്രൈൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. റഷ്യക്ക് ഡോൺബോസ് മേഖലയിൽ ഒരുപാട് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതുപോലെ ഉക്രൈനും റഷ്യക്കുള്ളിൽ ചില സ്ഥാപനങ്ങളുണ്ട്. അവരിലൂടെ ഈ സാബ്രോസീഷ്യ പ്രദേശത്തുള്ള ചില സ്ഥലങ്ങളിൽ ഇത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും സെലൻസ്കി നേരിട്ട് ഇത് ചെയ്യില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുൻപും ലോകത്ത് നടന്നിട്ടുണ്ട്. 1995 റഷ്യയിലെ ചെച്ചന്യയിൽ റഷ്യക്കെതിരെ സമാനമായ പ്രശ്നങ്ങൾ നടന്നു. ആ സമയത്തും ഡേർട്ടി ബോംബ് എന്നത് ഇതുപോലെ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. പലയിടത്തും ഈ ഡേർട്ടി ബോംബ് തയ്യാറാക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. പല പ്രമുഖരും തീവ്രവാദ സംഘടനകളും ഇതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുമുണ്ട്. 2005 ലണ്ടനിൽ വെച്ച് അൽ ഖ്വയ്ദയിലുള്ള ഒരാളെ തടവിലാക്കി. കരിഞ്ചന്തയിലൂടെ ഈ ഡേർട്ടി ബോംബുകൾ നിർമ്മിക്കാൻ ഐസോടോപ്സും പ്രധാനമായും കൊബാൾട്ട്-16, ഇറിഡിയം 192 ഈ ഐസോടോപ്പുകൾ കരിഞ്ചന്തയിലൂടെ വാങ്ങാൻ അയാൾ ശ്രമിച്ചു. അത് അമേരിക്കയിൽ തന്നെയുള്ള ചിലരുടെ സഹായത്തോടു കൂടി അമേരിക്കയിൽ പൊട്ടിത്തെറിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. ആ സമയത്ത് ഈ ഡേർട്ടി ബോംബുകൾ കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേർട്ടി ബോംബ് നിർമ്മിക്കുക എന്നത് അത്ര സങ്കീർണമായ കാര്യമൊന്നുമല്ല. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ട്-16, ഇറിഡിയം എന്നിവ മാലിന്യ ഉൽപ്പന്നങ്ങളായി പുറത്തേക്ക് വരും. റേഡിയേഷൻ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന മാലിന്യ മൂലകങ്ങൾ ശേഖരിച്ച് ഒരു നിശ്ചിത എമൗണ്ടിൽ അവരെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് അത് കയ്യിൽ ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ ഡേർട്ടി ബോംബ് നിർമ്മിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓരോ ആശുപത്രികളിലും ഓരോ സ്കാൻ സെന്ററിലും റേഡിയേഷൻ തെറാപ്പിയുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളും ഇത് വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കരുതും അതൊന്നും വലിയ കാര്യമാക്കില്ല എന്ന്. പക്ഷെ ആശുപത്രികളിൽ നിന്ന് വരുന്ന റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ പലപ്പോഴും അവർ ശ്രദ്ധാപൂർവ്വം തന്നെ നോക്കും. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ തന്നെ ഗൂഗിളിൽ പോയി ഡേർട്ടി ബോംബിനെ കുറിച്ച് തിരയണ്ട. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം, ഇതൊന്നും തിരയാൻ പോകണ്ട.
അതിന് പുറകിൽ നിരവധി അനന്തരഫലങ്ങൾ ഉണ്ടാകും. അതിനാൽ ഇപ്പോൾ ഈ ഡേർട്ടി ബോംബിനെ കുറിച്ച് ആരും തിരിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോ ഈ ഡേർട്ടി ബോംബ് ഉക്രൈൻ ഉപയോഗിച്ചാൽ ഒരു ആണവ യുദ്ധത്തിനോ ആണവ പ്രശ്നത്തിനോ അത് കാരണമായേക്കാം. ഇനി ഉക്രൈൻ ഈ ഡേർട്ടി ബോംബ്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സാധ്യതകളുണ്ട്. ഉക്രൈൻ ഈ ഡേർട്ടി ബോംബ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് റഷ്യക്കെതിരെയുള്ള ഒരു ബ്ലെയിം ഗെയിം മാത്രമായിരിക്കും. ഇതവർ ചെയ്തിട്ട് റഷ്യക്ക് അണുവായുധം ഉപയോഗിക്കാനായി ഇങ്ങനൊരു ഡേർട്ടി ബോംബ് അവർ തന്നെ നിർമ്മിച്ച് അവർ തന്നെ പൊട്ടിത്തെറിപ്പിച്ചിട്ട് അത് ഞങ്ങൾ പൊട്ടിത്തെറിപ്പിച്ചതാണെന്ന് ഞങ്ങളിൽ ഒരു കുറ്റാരോപണം റഷ്യ നടത്തും എന്നുള്ള ഒരു ക്ലെയിമാണ് ഇപ്പോൾ ഉക്രൈൻ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം റഷ്യക്കെതിരെ ഒരു ഡേർട്ടി ബോംബ് ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ റഷ്യയുടെ അഭിപ്രായത്തിൽ അവർ ആദ്യത്തെ ആണവാക്രമണത്തിനും തയ്യാറാകും. അവരുടെ ആദ്യത്തെ ആണവായുധം ഉപയോഗിക്കാൻ പോലും തയ്യാറാകും. അതിനാൽ റഷ്യ ഞങ്ങൾക്ക് നേരെ ആണവായുധം ഉപയോഗിക്കാനായി ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ചെയ്യുന്നുവെന്നും ഉക്രൈൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ വാസ്തവത്തിൽ ഇത് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുമോ? ഈ ഡേർട്ടി ബോംബ് പൊട്ടിത്തെറിച്ച ഉടൻ റഷ്യ ആണവായുധം ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. റഷ്യയുടെ പക്കൽ 5000-ത്തിലധികം ആണവായുധമുണ്ട്. എന്നാൽ യാതൊരു ബന്ധവുമില്ലാതെ ഇങ്ങനെ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആണവായുധം ഉപയോഗിക്കുമോ? അതുപോലും അവർക്ക് തീർച്ചയായും വരില്ല. ആണവായുധം ഉപയോഗിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആയുധം ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ മുൻപ് തന്നെ അത് ചെയ്യാമായിരുന്നു. ഈ സമാധാന ചർച്ചയ്ക്കായി 60 കിലോമീറ്റർ ഒരു ചരക്കവർ നിർത്തിയിരുന്നു. പിന്നീട് ബ്രിട്ടനിലൂടെ സെലൻസ്കി ഒരു വലിയ ഗെയിം ആസൂത്രണം ചെയ്യുകയും റഷ്യയെ വിശ്വസിപ്പിച്ച് സൈന്യം പുറത്തേക്ക് പോയപ്പോൾ ഉക്രൈൻ വീണ്ടും അവരുടെ പ്രതിരോധ ആക്രമണം നടത്താൻ തുടങ്ങി. ആ സമയത്ത് റഷ്യക്ക് ആണവായുധം ഉപയോഗിക്കാമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഉക്രൈൻ മുഴുവനും പിടിച്ചടക്കണമെന്നുണ്ടെങ്കിൽ സെലൻസ്കിയുടെ സർക്കാരിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അണുബോംബ് ഉപയോഗിക്കാമായിരുന്നു. അതുമാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ക്രീമിയൻ പാലത്തിന് നേരെയുള്ള ആക്രമണം. ക്രീമിയൻ പാലത്തിൽ ആക്രമണം നടത്തുമ്പോൾ അവർക്ക് ആണവായുധം ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അതവർ ചെയ്തില്ല. ഇപ്പോ റഷ്യയിൽ പടിഞ്ഞാറൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഹൈമാസ് ഉപയോഗിക്കുന്നുണ്ട്. ചലഞ്ചർ 2 ടാങ്കുകളും ഇപ്പോൾ റഷ്യയുടെ പ്രദേശത്തുണ്ട്. റഷ്യയുടെ കേഴ്സ് പ്രദേശങ്ങളിലുണ്ട്. ഇത് അധിനിവേശ പ്രദേശമോ ഉക്രൈന്റെ പ്രദേശമോ ഒന്നുമല്ല. ഇതെല്ലാം റഷ്യയുടെ പ്രദേശത്തായിരിക്കുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റഷ്യക്ക് അവരുടെ ആണവായുധം ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇത്രയും കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ ചെയ്യാതിരിക്കുമ്പോൾ ഈ ഡേർട്ടി ബോംബ് എന്ന ഒറ്റ കാരണം മാത്രം ഉപയോഗിച്ച് റഷ്യ ആണവായുധം ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്നത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. തീർച്ചയായും ഇത് ഉക്രൈന്റെ ഒരു ബ്ലെയിം ഗെയിം മാത്രമല്ല ഈ തൊട്ടതിനും പിടിച്ചതിനും ആണവായുധം ഉപയോഗിക്കണം. യാതൊരു കാരണവുമില്ലാതെ ആണവായുധം ഉപയോഗിക്കാൻ എല്ലാ രാജ്യവും അമേരിക്കയല്ല. കാരണം 2ാം ലോക മഹായുദ്ധത്തിൽ ആണവായുധം ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അങ്ങനെ യാതൊരു ആവശ്യവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തങ്ങളുടെ ആണവായുധത്തിന്റെ ശക്തി കാണിക്കാൻ അമേരിക്ക ഒരു കാര്യം ചെയ്തു. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ചെയ്തതുപോലെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം ഇവിടെയുള്ള ഏതൊരു നാടും അമേരിക്കയല്ല, അല്ലെങ്കിൽ അമേരിക്കയെ പോലെ ഏകാധിപത്യം ആഗ്രഹിക്കുന്ന രാജ്യമോ അല്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.